എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു റിയൂസ് ഐഡിയ ആയിട്ട് തന്നെയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സോപ്പ് വരുന്ന ഒരു ബോക്സിലെ അതിൻ്റെ ഒരു റിയൂസ് ഐഡിയ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. അതിനെ നമുക്കൊന്ന് അടിപൊളിയാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സന്തൂർ സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊരു ബലമുള്ളൊരു ബോക്സ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് നിവർത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ടിഫിൻ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഫോം ഷീറ്റാണ്. ഈ ഫോം ഷീറ്റ് നമുക്ക് 10 രൂപയ്ക്ക് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിൽ ഫോം ഷീറ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഈ സോപ്പിൻ്റെ ആ ഒരു കാർഡ്ബോർഡ് പീസില്ലേ അതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഷീറ്റും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഗ്ലിറ്റർ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഫോം ഷീറ്റിൻ്റെ പീസ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, കളർ പേപ്പർ, അതായാലും ഉള്ളിൽ ഒട്ടിക്കാനാണ്. അത് മതി കേട്ടോ. അല്ലെങ്കിൽ തുണിയുടെ പീസായാലും മതി. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ള കളറുള്ള ഭാഗത്ത് ഒട്ടിക്കാനായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ഇതിൽ ഒട്ടിച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശരിയാക്കാം. അതിനുശേഷം നമ്മൾ ആ സോപ്പ് ബോക്സിൻ്റെ ഒരു മടക്കുകളില്ലേ, ആ മടക്കിനനുസരിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അമർത്തി മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ആ ബോക്സിൽ ഓൾറെഡി ഉള്ളതാണ് ആ മടക്ക്. അതുകൊണ്ട് നമുക്കിങ്ങനെ മടക്കാൻ ബുദ്ധിമുട്ടില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഉള്ള ആ ഒരു മടക്കിലൂടെ തന്നെ. ഇനി ഞാൻ അതുപോലെ തന്നെ 2 ചെറിയ റെക്റ്റാങ്കിൾ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫോം ഷീറ്റ്. എന്നിട്ട് അതിങ്ങനെ വെച്ച് നോക്കുക. ആ ഒരു അടിഭാഗത്തിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ടാണ് നമുക്ക് വീതി വേണ്ടത്. അതിനനുസരിച്ച് ഏകദേശം കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമുക്കിത് അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കത് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇതുപോലത്തെ ഒരു പീസാണ്. അതിങ്ങനെ ആ ഒരു അടിഭാഗം നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു വയ്ക്കുക കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് പിടിക്കണം, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ അത് ഒട്ടിക്കോളും. ഇനി ആ 2 പീസും ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഒരു മടക്ക് വരുത്തുക. അവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതല്ലേ, അതൊന്ന് വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഉള്ളിലോട്ടൊന്ന് മടങ്ങി നിൽക്കണം. ഇനി അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമല്ലേ, അത് നമുക്ക് മറ്റേ ആ ഒരു ബോക്സിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നിൽക്കുന്ന ഈ ഒരു ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം.
അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിതിൽ കുഞ്ഞ് പൈസകളൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെക്കാം. അതുപോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറച്ച് പൈസ മാത്രമായിട്ടൊക്കെ എടുക്കുമ്പോൾ ഇതിലിങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ ഒരു ഗോൾഡ് കളർ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് പുറത്തെടുത്തതാണ്. ഫിറ്റാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് പോരൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയിൽ അത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ ഒരു ഐഡിയ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന സോപ്പ് ബോക്സ് അല്ലേ, നമ്മൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിടിക്കുമ്പോൾ നല്ലൊരു അഭിമാനമായിരിക്കും. മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും. ഇനിയിപ്പോൾ ഫോം ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ല ജീൻസ് പാൻറ്റിൻ്റെയൊക്കെ കേടാവാത്ത പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. എന്തായാലും ഈ ഒരു ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണിന് പകരം സൂപ്പർ ഗ്ലൂ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും. സൂപ്പർ ഗ്ലൂ ഒന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ലതാണ്. ഗ്ലൂ ഗണ്ണിന് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെങ്ത് ഉണ്ടാവില്ല. നമ്മൾ മൂടി തുറക്കലും ഉടക്കലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം ലാസ്റ്റ് ഒന്നും കൂടി സൂപ്പർ ഗ്ലൂ വെച്ചൊന്ന് എല്ലാ സൈഡും ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് കേടാവേ ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നലെ ഞാനൊരു പഴയ ചീർപ്പ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെല്ലാവരും അത് കണ്ടു നോക്കുക. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ല ഐഡിയ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.